ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പോയിന്റ് വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരിക്കൽ നമ്മുടെ സച്ചിൻ രേവതിയും ചേർന്നിട്ട് വിമലയും ആദിയെയും വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരുന്നുണ്ട്. ആദിയുടെ കണ്ണിനാണെങ്കിൽ ചെറിയൊരു അപകടമൊക്കെ പറ്റി ഒരു ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വരുന്ന സമയം കൂടി ആയിരിക്കും അത്. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദിയുടെ നേരെ ഒരു വണ്ടി വന്ന് തട്ടുകയും അവൻ തൊട്ടടുത്ത് കിടക്കുന്ന കല്ലിലേക്ക് വീണ് കണ്ണിന് സാരമായിട്ടുള്ള പരിക്ക് തന്നെയായിരിക്കും സംഭവിക്കുക. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം മാത്രമേ കണ്ണിന്റെ കെട്ട് അഴിക്കാൻ പാടൂ എന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവർക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സച്ചിയും രേവതിയും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ വിമലയ്ക്ക് അതത്ര സമ്മതമാവുന്നില്ല. ശ്രുതിയെ പേടിച്ചിട്ട് വിമല പറയുന്നുണ്ട്, 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് നിന്നോളാം, നിങ്ങളുടെ വീട്ടിലേക്കൊന്നും വരുന്നില്ലെന്നും, വന്നു കഴിഞ്ഞാൽ സച്ചിയുടെ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും, വെറുതെ എന്തിനാ ഞങ്ങൾ കാരണം ഒരു വഴക്കുണ്ടാക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ അവരൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇനി അമ്മ എന്തെങ്കിലും പറഞ്ഞാലും അത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്നും പറഞ്ഞ് ആദ്യം വിമലയും കൂട്ടി സച്ചിൻ രേവതിയും അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതിനിടയിൽ വിമല എത്രയൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും സച്ചിൻ രേവതി അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ബാഗെല്ലാം എടുത്ത് അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അവര്. വിമലയ്ക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ശ്രുതിയെ വിളിച്ച് അറിയിക്കാനും പറ്റുന്നില്ല. ശ്രുതി വിമലയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, 2-3 ദിവസം ഇവിടെ റൂം എടുത്ത് നിന്നാൽ മതിയെന്നും സച്ചിൻ രേവതി നിങ്ങളെ ഹോസ്പിറ്റലിൽ വന്ന് കാണുകയാണെങ്കിൽ തന്നെ അവര് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കള്ളമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരാമെന്നും. ഏതായാലും വിമലയുടെ കോളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ശ്രുതി ആകെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഇനി സച്ചിൻ രേവതി എങ്ങാനും സത്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമോ എന്നൊക്കെ ഓർത്താണ് ശ്രുതിക്ക് ടെൻഷൻ. എന്തായാലും ശ്രുതി ഫോൺ എടുത്ത് വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വിമലയെ. പക്ഷെ സച്ചിയോ രേവതിയോ അങ്ങനെ അടുത്തുണ്ടെങ്കിൽ അതും പ്രശ്നമാവില്ലേ എന്ന് കരുതിക്കൊണ്ട് അത് പിന്നീട് വേണ്ടാന്ന് വെക്കും. അങ്ങനെ എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ടെൻഷനും ദേഷ്യവും ഒക്കെ വന്ന് ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏതായാലും താമസിയാതെ തന്നെ സച്ചിൻ രേവതിയും അവരുടെ വീട്ടിലെത്തിച്ചേരുന്നുണ്ട്. രേവതിയെ കണ്ടപാടെ ശ്രുതി അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നതും തൊട്ടു പുറകെ അതാ വരുന്നു സച്ചിയും ആദിയും അതുപോലെ വിമലയും കൂടിയിട്ട്. ഇതങ്ങോട്ട് കാണുന്നതും ആകെ കണ്ണ് തള്ളിയാണ് ശ്രുതി നിൽക്കുന്നത്. ചന്ദ്രമതിയും രവീന്ദ്രനും ശ്രുതിയും വർഷയും ഒക്കെ അപ്പൊ വീട്ടിലുണ്ട്. വിമലയും ആദിയെയും സച്ചിൻ രേവതിയും കൂട്ടിക്കൊണ്ട് വരുന്ന കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിലും ചെന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയോടും രേവതിയോടും, നിങ്ങളിപ്പോ എന്തിനാ ഇവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? അപ്പൊ രേവതി പറയും, അത് പിന്നെ അമ്മ, ആദിയുടെ കണ്ണിന് ചെറിയൊരു പരിക്ക്, ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ടാ വരുന്നത്. ചന്ദ്രമതി അത് കേൾക്കുന്നത് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതെന്തോ അഭയകേന്ദ്രമോ, എല്ലാവർക്കും കയറി താമസിക്കാനായിട്ട്? പറ്റില്ല, ഇവിടെ ഒന്നും ഇവരെ നിർത്താൻ പറ്റില്ല. സച്ചിയപ്പ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇവർക്ക് നിൽക്കാൻ വേറൊരു ഇടമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഇങ്ങോട്ട് വിളിച്ചത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാ അച്ഛാ ഇവരെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുന്നത്? 3-ാമത്തെ ദിവസം ഇവന്റെ കണ്ണിന്റെ കെട്ടഴിക്കും, അതുവരെ ഇവർ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രമതിയുടെ ദേഷ്യം കണ്ടിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിനെന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു നല്ല കാര്യമല്ലേ ഇവർ ചെയ്യുന്നത്, ഇവരിവിടെ 2-3 ദിവസം നിൽക്കട്ടെ. ആദിമോന്റെ കണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥിതിക്ക് എങ്ങനെ ഇവര് തനിച്ച് ഹോസ്പിറ്റലാക്കി പോരുന്നത്? സച്ചിൻ രേവതിയും ചെയ്ത ഒരു നല്ല കാര്യം തന്നെയല്ലേ? അപ്പൊ ചന്ദ്രമതി എടുത്തടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ പിന്നെ ഒരു നല്ല കാര്യം, പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ വിളിച്ച് ഇങ്ങോട്ട് കയറ്റി താമസിപ്പിക്കുന്നതല്ലേ ഒരു നല്ല കാര്യം. എന്തായാലും ഞാൻ ഇതിനെ സമ്മതിക്കില്ല. ഇതൊക്കെ കേൾക്കുന്ന ശ്രുതിയാണെങ്കിലും പറയുന്നുണ്ട്, അമ്മേ 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അവരിവിടെ നിന്നോട്ടെ. ശ്രുതിയും കൂടെ തന്റെ ഇഷ്ടത്തിനെതിരാണെന്ന് മനസ്സിലാക്കുന്ന ചന്ദ്രമതി, എന്താടാ ശ്രുതി നീയും ഇങ്ങനെ പറയുന്നത്? നീയും ഇപ്പൊ ഇവന്റെ കൂടെ ആയോ? അല്ലെങ്കിലേ ഇവിടെ റൂമിന്റെ കാര്യവും പറഞ്ഞ് എന്നും വഴക്ക. അതിനിടയിലാണ് ഇങ്ങനെ കുറെ മാരണങ്ങൾ കയറി വന്നിരിക്കുന്നത്. എന്തായാലും ചന്ദ്രമതിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മാരണങ്ങൾ എന്ന് വിളിക്കുന്നതൊക്കെ തന്റെ അമ്മയും മകനെയാണ്. അത് ശ്രുതിക്ക് ഒട്ടും സഹിക്കില്ല. ചന്ദ്രമതിയോട് ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങളുടെ റൂം ഇവർക്ക് കൊടുക്കാമെന്ന്. എന്താ ശ്രുതി നീ പറയുന്നത്? നിനക്ക് വട്ടുണ്ടോ? ഏയ്, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ റൂമൊക്കെ ഇവർക്ക് വിട്ടുകൊടുത്താൽ പിന്നെ നമ്മൾ എവിടെയാ കിടക്കുന്നത് എന്നിങ്ങനെയെല്ലാം ശ്രുതിയും പറയുന്നത് കേൾക്കുമ്പോ, എടാ ശ്രുതി, അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് അവരിവിടെ നിൽക്കട്ടെ എന്ന്? അപ്പൊ പിന്നെ നമ്മുടെ റൂം കൊടുക്കാം, അതിലൊരു തെറ്റുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഈ കുട്ടിക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെയാ സേഫ് എന്ന് ശ്രുതിയും പറയുകയാണ്. ശ്രീകാന്ത് ആണെങ്കിലും ചന്ദ്രമതിയെ നിർബന്ധിക്കുന്നുണ്ട്, ഇവരിവിടെ നിന്നോട്ടെ, അമ്മയൊന്ന് സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചന്ദ്രമതി ആകട്ടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല. ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അമ്മേ
അന്ന് ശ്രുതിയെ കാണാതായപ്പോ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. ആ സമയത്ത് ഒരുപാട് ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഇവരെന്നെ ആശ്വസിപ്പിക്കുകയുണ്ടായി. അന്ന് ഇവര് തന്ന ആ ഒരു ആശ്വാസവാക്കുകൾ കേട്ടപ്പോഴാണ് എനിക്ക് ആത്മവിശ്വാസം കിട്ടിയത്. ശ്രുതി തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസം. അതുകൊണ്ട് അമ്മേ, അവരിവിടെ നിൽക്കട്ടെ. അമ്മ ഇനി ഇക്കാര്യത്തിൽ എതിർപ്പൊന്നും പറയണ്ട. അങ്ങനെ ഒടുവിൽ ചന്ദ്രമതി മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതം മൂളുകയാണ്. ശേഷം പറയുന്നുണ്ട്, ചന്ദ്ര, എന്തായാലും ഇവരെ ഇവിടെ നിർത്തുന്നതിൽ എനിക്കൊരു ഇഷ്ടമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പറയുമ്പോൾ ഞാനതിന് സമ്മതിക്കുക. സച്ചിക്കും രേവതിക്കും ഒക്കെ അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. സച്ചി അങ്ങനെ ആദ്യ റൂമിലൊക്കെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. വിമല ഒറ്റയ്ക്കായെന്ന് കാണുമ്പോൾ ചന്ദ്രമതി നേരെ വിമലയുടെ അടുത്ത് ചെന്നിട്ട്, നാണമുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഇങ്ങോട്ട് വരുന്നതിന് പകരം വേറെ എങ്ങോട്ടെങ്കിലും പോയി കൂടായിരുന്നോ? അതെങ്ങനെയാ നാണോ മാനവും തൊട്ട് തേണ്ടിയിട്ടില്ലല്ലോ. ഇങ്ങനെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുകയാണ്. ശ്രുതിക്കാണെങ്കിലും ഇതൊക്കെ കേട്ട് വല്ലാതെ വിഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതി ചന്ദ്രമതിയുടെ അടുത്ത് പറയും, ആന്റി എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നാണോ മാനോ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അവരിങ്ങോട്ട് കയറി വന്നത്. പിന്നെ ഈ കുഞ്ഞ് ഈ സ്ത്രീയുടെ മകനൊന്നുമല്ല. അതും കൂടെ അറിയുമ്പോഴത്തേക്കും ചന്ദ്രമതി ചോദിക്കുകയാണ്, പിന്നെ ഇത് ആരുടെ കുട്ടിയാണെന്ന്? ഇതിന് തന്തയും തള്ളയൊന്നും ഇല്ല അല്ലേ? നിങ്ങളുടെ കയ്യിലാണല്ലോ ഇതിനെ ഏത് നേരത്തും കാണാറ്. അതുകൊണ്ട് ചോദിച്ചതാ. ഇനിയിപ്പോ നിങ്ങളുടെ മകനോ മകളോ ഇതിനെ നിങ്ങളുടെ കയ്യിൽ തന്ന് ഉപേക്ഷിച്ചു പോയതാണോ? ആന്റി, ഇതുപോലുള്ള സംസാരങ്ങളൊന്നും ഇനി ചോദിക്കരുത്. അല്പം ദേഷ്യത്തോടെ ശ്രുതി അങ്ങനെ പറയുമ്പോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്തിനാ എന്നോട് കയർത്ത് സംസാരിക്കുന്നതെന്ന്? അത് പിന്നെ ആന്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാ അവർക്കത് സങ്കടമാവില്ലേ? അതുകൊണ്ടാ. ഓ പിന്നെ സങ്കടമായാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. 3 ദിവസമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു ദിവസം, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്നിങ്ങനെ കൽപ്പിച്ചുകൊണ്ട് അവിടെ ഒന്നും പോകുന്നുണ്ട് ചന്ദ്രമതി. ശ്രുതിയാണെങ്കിൽ വിമലയുടെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കുമ്പോൾ വിമലയ്ക്കാണെങ്കിലും ശ്രുതിയുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ വിഷമത്തോടെ ഒന്നും മിണ്ടാതെ തന്റെ റൂമിൽ പോയിരിക്കുകയാണ്. അതേസമയം ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട്, നീ കണ്ടില്ലോ ശ്രുതി, ഇവിടെ ഇങ്ങനെ ഓരോരോ മാരണങ്ങൾ കയറി കൂടിയിരിക്കുക. ആ സച്ചിയും രേവതിയും തന്നെ ഇവിടുന്ന് പുറത്താക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് വേറെ ഓരോന്നുങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ആന്റി അങ്ങനെയൊന്നും പറയല്ലേ, ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അവര് പോയിക്കോളും. ഉടനെ ചന്ദ്ര പറയും, ഇല്ലില്ല, 3 ദിവസമൊന്നും നിൽക്കാനേ ഞാൻ സമ്മതിക്കില്ല. എത്രയും വേഗം അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം. അത് ചെയ്യേണ്ടത് നീ തന്നെ. ഞാൻ ആ കാര്യം നിന്നെ ഏൽപ്പിക്കുക മോളെ. അതുകൊണ്ട് എത്രയും വേഗം അവരെ ഇവിടെ നിന്ന് പുറത്താക്കേണ്ടത് ഇനി നിന്റെ ഡ്യൂട്ടിയാ. എന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എനിക്ക് ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ 2 എണ്ണത്തിനെ ഇവിടെ നിന്ന് പുറത്താക്കും. പക്ഷെ അതിനു മുമ്പ് തന്നെ നീ അവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കണം. ശ്രുതി ഏതായാലും അതിന് സമ്മതിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ അവരെ പുറത്താക്കാമെന്ന് തന്നെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. ശ്രുതിയുടെ മനസ്സിലും അതുതന്നെയായിരിക്കും ആഗ്രഹം. കാരണം ആദ്യം എപ്പോഴെങ്കിലും സത്യമെല്ലാം എല്ലാവരോടുമായിട്ട് തുറന്നു പറയുമെന്നുള്ളൊരു പേടിയുണ്ട്. അതേസമയം വിമലയും ആദിയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോലും വരാതെ റൂമിൽ തന്നെ അങ്ങനെ ഇരിക്കുകയായിരിക്കും. പക്ഷെ സച്ചിയും രേവതിയും ആണെങ്കിൽ അവരെ പുറത്തേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം എല്ലാം കൊടുക്കും. അന്നത്തെ രാത്രിയാണെങ്കിൽ രേവതിയും വിമലയും ആദിയും ഒരേ റൂമിലാണ് കിടക്കുന്നത്. ശ്രുതിയുടെയും റൂമിലാണ് അവർ കിടക്കുന്നത്. ശ്രുതിയും ആണെങ്കിൽ ഹാളിലും കിടക്കും. ശ്രുതിയാണെങ്കിൽ അന്നത്തെ രാത്രി ആദി ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് തന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്റെ അടുത്ത് വന്ന് കിടക്കുന്നതും അതൊക്കെ സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട്. ആദിയെ റൂമിൽ പോയെന്ന് നോക്കാമെന്നും ശ്രുതി ചിന്തിക്കുന്നു. റൂം തുറന്ന് ആദിയെ നോക്കുന്നതും ആദി എണീറ്റിരിക്കുന്ന കാഴ്ചയാണ് ശ്രുതി കാണുന്നത്. രേവതിയാണെങ്കിലും ആദി ഉണർന്നിരിക്കുന്നത് കാണുന്നുണ്ട്. നീ കിടക്ക് മോനെ, ഉറങ്ങ എന്നും പറഞ്ഞ് രേവതി ആദിയെ തട്ടി ഉറക്കുന്നതെല്ലാം സങ്കടത്തോടു കൂടിയാണ് ശ്രുതി നോക്കി നിൽക്കുന്നത്. തന്റെ മോനെ ഒന്ന് കണ്ട് അവന്റെ കൂടെ ഒന്ന് കിടക്കാൻ പോലും എനിക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. അങ്ങനെ അതൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചാണ് ശ്രുതി അന്നത്തെ രാത്രി തള്ളി നീക്കുന്നത്. തുടർന്ന് പിറ്റേ ദിവസം ആരും കാണാതെ ശ്രുതി അവരുടെ റൂമിലേക്ക് ചെല്ലാണ്. ശ്രുതിയെ കാണുന്ന സമയത്ത് ആദ്യം അവളോട് ചോദിക്കുന്നുണ്ട്, ആന്റി ഇന്നലെ എന്നോട് ഒന്നും സംസാരിച്ചില്ലല്ലോ, അതെന്തുകൊണ്ടാണെന്ന്. അപ്പോ ശ്രുതി ആദിക്ക് പറഞ്ഞു കൊടുക്കും, മോനെ നീ എന്നെ ആന്റി എന്നൊന്നും വിളിക്കല്ലേ, നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ഇവിടെ എല്ലാവരും കരുതും. ഇവിടെ ആരോടും അത് പറയരുത്. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞാലേ ഉറപ്പായിട്ടും പിന്നെ ആന്റി മോനെ ഒന്ന് കാണില്ലാന്ന്. അതുകൊണ്ടേ മോൻ ഞാൻ പറയുന്നത് അനുസരിക്കും. ആദ്യമാണെങ്കിലും അത് കേൾക്കുമ്പോ ഇല്ല ഞാൻ ആരോടും പറയില്ല എന്നിങ്ങനെ സമ്മതിക്കുകയാണ്. ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട് ആദിയോട്, ഇപ്പൊ എങ്ങനെയുണ്ട്, വേദന ഉണ്ടോ എന്നൊക്കെ. വേദനയില്ലെന്ന് മറുപടി കൊടുക്കുകയാണ് ആദി. പിന്നീട് ശ്രുതി വിമലയോട് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. പിന്നെ അതുപോട്ടെ, നിങ്ങൾ എന്താ വരുന്ന കാര്യം എന്നോട് ഫോണിൽ വിളിച്ച് പറയാതിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഹോസ്പിറ്റലിൽ തന്നെ നിന്നാ മതിയെന്ന്. വിമല പറയുന്നുണ്ട്, അത് പിന്നെ മോളെ കല്യാണി, എനിക്ക് നിന്നോട് കാര്യങ്ങളൊക്കെ വിളിച്ച് അറിയിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു സാവകാശം കിട്ടിയില്ല. അതിനു മുമ്പ് പെട്ടെന്നാണ് സച്ചി ബാഗെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. പോകുന്ന വഴിയിലൊക്കെ നിന്നെ ഒന്ന് വിളിക്കാൻ എനിക്ക് സമയം കിട്ടണ്ടേ. സച്ചിയും രേവതിയും കൂടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഉടനെ ശ്രുതി പറയുന്നുണ്ട്, ശരി നിങ്ങൾ വന്നത് വന്നു, പക്ഷെ ഇനി എത്രയും വേഗം ഇവിടുന്ന് പോകാനുള്ള വഴി ആലോചിക്കുക. ഞാൻ എന്തായാലും മീരയോട് കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവളുടെ വീട്ടിൽ പോയി താമസിച്ചോ. കണ്ണിന്റെ കെട്ടയച്ചാൽ ആ നിമിഷം തന്നെ ഇവിടുന്ന് പൊക്കോണം.
അതോടൊപ്പം എങ്ങനെയെങ്കിലും ആദിയെയും അമ്മയും പുറത്താക്കാനുള്ള വഴിയും ആലോചിക്കുന്നുണ്ട്. തുടർന്ന് ശ്രുതിയാണെങ്കിൽ മീരയും വിളിച്ച് പറയുന്നുണ്ട്, ആദിയും അമ്മയും ഇപ്പൊ ഇവിടെ ഉണ്ട്. അവന്റെ കണ്ണിനൊരു പരിക്ക് പറ്റിയിട്ടേ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ വെച്ച് സച്ചിയും രേവതിയും അവരെ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഇനി അവരെ അധിക നേരം ഇവിടെ നിർത്താൻ പറ്റില്ല. എത്രയും വേഗം ഇവിടുന്ന് ആരും കാണാതെ പറഞ്ഞു വിടണം. അതിന് നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. മീര ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ഉപകാരം ചെയ്തു തരേണ്ടതെന്ന്. അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, രേവതിയെ വിളിച്ചിട്ട് നീ നിന്റെ വീട്ടിലേക്ക് വരാൻ പറ. എന്നിട്ട് അവിടെ തന്നെ പിടിച്ചു നിർത്ത്. സച്ചിയാണെങ്കിൽ ട്രിപ്പിനും പോകുമല്ലോ. ആന്റിയുടെ ആന്റിയുടെയും കാര്യമാണെങ്കിൽ അവരെ ഒഴിവാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എല്ലാവരും ഇവിടുന്ന് പോയി കഴിയുമ്പോൾ പിന്നെ അവരെ പറഞ്ഞു വിടാൻ ഈസി അല്ലേ മീരെ? അതുകൊണ്ട് നീ വേഗം രേവതിയെ വിളിക്ക്. അങ്ങനെ ശ്രുതി പറഞ്ഞതനുസരിച്ച് മീര രേവതിയെ വിളിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെന്റിൽ ഒരു പരിപാടി ഉണ്ടെന്നും മത്സരങ്ങളുടെ കൂട്ടത്തില് പൂ കെട്ടുന്ന മത്സരമുണ്ട്. എനിക്ക് പൂ കെട്ടാനൊന്നും അറിയില്ലെങ്കിലും ഒരു വാശിക്ക് ഞാനും ആ മത്സരത്തിന് അങ്ങോട്ട് പേര് കൊടുത്തു. അപ്പോഴാണ് എനിക്കൊരു തോന്നല്, രേവതിയോട് ചോദിച്ചിട്ട് അത് പഠിക്കാമെന്ന്. അതുകൊണ്ട് രേവതി എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? കുറച്ചു നേരം വന്നിരുന്നിട്ട് പൂ കെട്ടുന്നൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഏതായാലും മീരയുടെ ആവശ്യം കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ലെന്നും ഇവിടെ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടെന്നും. അപ്പൊ മീര പറയും, എനിക്കറിയാം, ഗസ്റ്റ് എന്ന് പറയുന്നത് ആദിയും വിമലാന്റിയും അല്ലേ? ശ്രുതി എന്നോട് പറഞ്ഞു രണ്ടുപേരും അവിടെ വന്നിട്ടുണ്ടെന്ന്. ഓ അങ്ങനെയാണല്ലേ? അപ്പോ ശ്രുതിയുടെ കയ്യിൽ നിന്നാണ് നീ എന്റെ നമ്പർ മേടിച്ചത് അല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ അതേന്ന് പറയുന്നുണ്ട് മീര. തുടർന്ന് രേവതി ആണെങ്കിൽ മീരയോട് ഇങ്ങോട്ട് വരാൻ പറയും. പക്ഷെ മീരയ്ക്ക് അതിന് സമ്മതമാവുന്നില്ല. രേവതി ആ വീട്ടിൽ ഉണ്ടാവരുതെന്ന് കരുതിക്കൊണ്ടാണല്ലോ രേവതിയെ വിളിക്കുന്നത്. നീ ഇങ്ങോട്ട് വാ രേവതി, ഗസ്റ്റിനെ തനിച്ചാക്കി വരാന്നുള്ള തോന്നലൊന്നും വേണ്ട. അവിടെ വേറെയും ആൾക്കാരുണ്ടല്ലോ. ശ്രുതിയൊക്കെ അവിടെ തന്നെ കാണുമല്ലോ, അവളൊക്കെ അവരെ നോക്കുമല്ലോ. ഞാനാണെങ്കിൽ മത്സരത്തിന് പേര് കൊടുത്തും പോയില്ലേ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഈ ഒരു ഉപകാരം ചെയ്യാനൊക്കെ മീര പറഞ്ഞപ്പോ രേവതി ആണെങ്കിലും അതിന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്താന്ന് സമ്മതിക്കുന്നു. അങ്ങനെ രേവതി ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മീരയുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. സച്ചിയോടും കൂടെ പറഞ്ഞിട്ടാണ് രേവതി ഇറങ്ങുന്നത്. അപ്പോ സച്ചി ചോദിക്കുന്നുണ്ട് മീരയുടെ വീട്ടിലേക്ക് പോകുന്നെന്നോ? പൗഡേട്ടത്തിയുടെ ആ ഫ്രണ്ടിന്റെ അടുത്തേക്ക് നീ എന്തിനാ പോകുന്നത്? അവളൊക്കെ ഒന്നാം തരം ഫ്രോഡാ, നീ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഇത്? മീര നല്ല കുട്ടിയാ, അങ്ങനെയൊന്നും പറയില്ലേ. അല്ല രേവതി, നീ ഇപ്പൊ എന്തിനാ അവളുടെ വീട്ടിലേക്ക് പോകുന്നത്? അത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ മീര ഒരു മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ട്, പൂ കെട്ടുന്ന മത്സരത്തിന്. അപ്പൊ അത് പഠിപ്പിക്കാനായിട്ടാ ഞാൻ പോകുന്നത്. സച്ചിയാണെങ്കിലും പൂ കെട്ടുന്ന മത്സരം എന്ന് കേട്ടിട്ട് ആകെ സംശയത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ രേവതി പറയും, അത് കാർ ഓടിക്കുന്ന മത്സരമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ പൂ കെട്ടുന്ന മത്സരവും ഉണ്ട്. എന്തായാലും ഞാൻ അവൾക്ക് പോയാ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. സച്ചി ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം രേവതിയോട് പറയും, നീ അവിടെ ചെന്നിട്ട് എനിക്ക് ലൊക്കേഷൻ അയച്ചു തരണമെന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണമെന്നും. അതൊക്കെ ഞാൻ വിളിച്ചോളാം സച്ചിയേട്ടാന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. രേവതി അവിടെ നിന്ന് പോയതിനു ശേഷം വൈകാതെ തന്നെ സച്ചിക്കും ഒരു ട്രിപ്പിനുള്ള കോള് വരുന്നുണ്ട്. അങ്ങനെ സച്ചിയും ഇവിടുന്ന് പോകാൻ പോവാണല്ലോ ഓർത്ത് ശ്രുതി സന്തോഷിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇറങ്ങാൻ നേരത്ത് അത് ക്യാൻസൽ ആയെന്ന് പറഞ്ഞ് സച്ചിയെ വിളിക്കുന്നത്. ആ ട്രിപ്പ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും പെട്ടുപോകും. എന്നിട്ട് വീണ്ടും മീരയെ വിളിച്ചിട്ട് സഹായം തേടുകയാണ്. നീ എങ്ങനെയെങ്കിലും നിന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ച് ഒരു ട്രിപ്പ് പോകാനായിട്ട് സച്ചിയോട് പറയാൻ ആവശ്യപ്പെടുകയാണ് ശ്രുതി. സച്ചിയാണെങ്കിലും പിന്നീട് ആ ട്രിപ്പ് കിട്ടിയതിനെ തുടർന്ന് പോകുന്നുണ്ട്. പിന്നെ അവിടെ ആകെ ഉണ്ടായിരുന്നത് ചന്ദ്രമതിയും രവീന്ദ്രനാണ്. അവരാണെങ്കിലും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രുതി കഥകെല്ലാം അടച്ചു പൂട്ടിയിട്ട് വിമലയോടും ആദിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി വേഗം ഇറങ്ങ്, ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ശ്രുതി ഇങ്ങനെ ധൃതി പിടിക്കുന്ന കാണുമ്പോ വിമല ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെന്താ കല്യാണി നീ അങ്ങനെ പറയുന്നത്? സച്ചിയോടും രേവതിയോടും പറയാതെ എങ്ങനെയാ ഞങ്ങൾ പോവുക? ശ്രുതിക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെക്കാളും വലുതാണോ അവരെന്ന് ചോദിക്കുന്നുണ്ട്. മര്യാദക്ക് ഇറങ്ങാൻ നോക്കുന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വിമല കൊണ്ടുവന്ന ബാഗെല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. സച്ചി തന്നെയാണ് വന്നിട്ടുള്ളത്. സച്ചിയാണെന്ന് കാണുമ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെ പേടിയാവുന്നുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന ബാഗെല്ലാം തിരിച്ച് റൂമിലോട്ട് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് ശ്രുതി. വിമല ചെന്ന് വാതിൽ തുറക്കുമ്പോ സച്ചി ചോദിക്കുന്നുണ്ട് വിമലയോട്, എന്തിനാണ് കഥകൊക്കെ അടച്ചുപൂട്ടിയിരിക്കുന്നതെന്ന്. അപ്പൊ വിമല പറയും, അത് പിന്നെ ഞാനും ആദ്യം ഇവിടെ തനിച്ചല്ലേ മോനെ, അതുകൊണ്ടാ. സച്ചിയാണെങ്കിൽ ബിരിയാണിയൊക്കെ മേടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. ആദ്യക്കായിട്ട് ഞാൻ മേടിച്ചോണ്ട് വന്നതാണ് ഒരു ഇവിടുത്തെ ഹോട്ടലിലെ സ്പെഷ്യൽ ബിരിയാണി. അങ്ങനെ അത് വിമല ഏൽപ്പിച്ചിട്ട് സച്ചി തന്റെ റൂമിലേക്ക് പോകും. എന്തായാലും സച്ചി അവിടെ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും ശ്രുതി തന്നെയാണ് ആ ബിരിയാണി പ്ലേറ്റിലേക്ക് ഇട്ട് ആദിക്ക് വാരി കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ച പിന്നീട് സച്ചി കാണാൻ ഇടയാവുന്നുണ്ട് കേട്ടോ. സച്ചി ഞെട്ടുന്നുണ്ട്, ഞാനിതിപ്പോ എന്താ കാണുന്നത്? പൗഡറേട്ടത്തി ആദ്യം മോന് ഭക്ഷണം വാരി കൊടുക്കുക, പൗഡറേട്ടത്തിക്ക് അപ്പൊ ഇത്രയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്